ഇന്ത്യയുടെ സൈനിക കരുത്തായി ഇന്ദ്രജാൽ. ഇനി പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യയുടെ അതിർത്തി കടക്കില്ല. പാകിസ്ഥാന്റെ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ദ്രജാൽ എന്ന ആന്റി ഡ്രോൺ സിസ്റ്റം, ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഇന്ദ്രജാൽ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗമായത്. അതിർത്തികളിൽ ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് പാകിസ്ഥാന്റെ ഡ്രോണുകൾ. പാകിസ്ഥാനുള്ളിൽ നിന്ന് ഇന്ത്യയിൽ ഉള്ള തീവ്രവാദികൾക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ എത്തിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സൈന്യം, അതുപോലെ പാകിസ്ഥാനിലെ തീവ്രവാദികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഡ്രോണുകളെയാണ്. ചെറുതും വലുതുമായ ഡ്രോണുകൾ, 5-6 കിലോ ഭാരം തൂക്കാൻ വരെ ശേഷിയുള്ള, ആ ഭാരം പോലും കൊണ്ടുപോകാൻ കഴിവുള്ള ഡ്രോണുകളാണ് പ്രധാനമായും അതിർത്തികളിൽ ആയുധക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. ഇത് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയല്ല. BSF അടക്കമുള്ള അതിർത്തികളിലെ സൈന്യം വളരെ കാര്യക്ഷമമായി ജാഗരൂകരായിരുന്നു കൊണ്ടാണ് ഈ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 265ഓളം ഡ്രോണുകളാണ് അതിർത്തിയിൽ ഇന്ത്യയുടെ BSF വെടിവെച്ചിട്ടത്. പലപ്പോഴും പഞ്ചാബ് മേഖലകളിൽ, രാജസ്ഥാൻ മേഖലകളിൽ, അതുപോലെ ഗുജറാത്തുമായി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ തന്നെ ഈ ഡ്രോണിന്റെ ആക്രമണം, ഈ ഡ്രോണിന്റെ പ്രവർത്തനം വ്യാപകമായുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഹൈദരാബാദിൽ തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ റേഞ്ചർ ഇപ്പോൾ ഇതാ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും ആധുനികമായ രീതിയിൽ AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ആന്റി ഡ്രോൺ റേഞ്ചർ അതിന്റെ 4 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ചെറുതും വലുതുമായ എല്ലാ ഡ്രോണുകളെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ളതാണ്. റഡാറുകളുടെ കണ്ണ് വെട്ടിക്കുന്ന ഡ്രോണുകൾക്ക് പോലും ഈ ഇന്ദ്രജാലിന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ല. AI സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുന്നതാണ്. ഈ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഡ്രോണുകളുടെ സിഗ്നൽ സംവിധാനത്തെ പൂർണ്ണമായും ഇന്ദ്രജാൽ മാറ്റിമറിക്കും, അവയുടെ ദിശ തെറ്റിക്കും, അവയെ താഴെ വീഴ്ത്തുകയോ ആവശ്യമാകുന്ന ഘട്ടത്തിൽ വെടിയുതിർത്തുകൊണ്ട് ഈ ഡ്രോണിനെ പൂർണ്ണമായി നശിപ്പിക്കാനോ ഉള്ള കഴിവ് കൂടി ഇന്ദ്രജാലിനുണ്ട്. ഇന്ത്യയുടെ സൈന്യത്തിന് ഒരു മുതൽക്കൂട്ടായി മാറും ഇന്ദ്രജാൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അതിർത്തികളിൽ ഇന്ദ്രജാലിന്റെ കൃത്യമായ പെട്രോളിംഗ് ഉണ്ടാവും. മണിക്കൂറുകളുടെ ഇടവേളയിൽ അതിർത്തികളിലൂടെ ഇന്ദ്രജാൽ കടന്നു പോകും. ഈ അതിർത്തികളിൽ മാത്രമല്ല, VIP-കളുടെ പരിപാടിയിൽ, VVIP-കളുടെ പരിപാടിയിൽ തന്നെ ഡ്രോണുകൾ വലിയൊരു സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേഡിയങ്ങളിൽ, അതുപോലെ പൊതുസ്ഥലത്ത് നടക്കുന്ന VIP-കളുടെ ഒക്കെ പരിപാടികളിൽ ഈ ഡ്രോണുകൾ എത്തുന്നത് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നുണ്ട്. ഇന്ദ്രജാൽ ആ മേഖലയിൽ വിന്യസിച്ചാൽ ചുറ്റുമുള്ള 4 കിലോമീറ്റർ ദൂരം ഇന്ദ്രജാലിന്റെ നിരീക്ഷണത്തിലായിരിക്കും. ഈ 4 കിലോമീറ്റർ ഒരൊറ്റ ഡ്രോൺ പോലും പറന്നു പൊങ്ങുകയോ ഒരു ഡ്രോൺ എത്തുകയോ ചെയ്യില്ല. ആ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ഡ്രോണുകളെയും കൃത്യമായി തന്നെ ഇല്ലായ്മ ചെയ്യാൻ ഇന്ദ്രജാലിന് കഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. എന്തായാലും ഇന്ത്യയുടെ അതിർത്തി കാക്കാൻ ഒരു പുതിയ അതിഥി കൂടി ഇന്ത്യക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ഇന്ദ്രജാൽ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ റേഞ്ചർ അതിപ്പോൾ ഇതാ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ ഉരുക്കുകോട്ട കാക്കാൻ ഇന്ദ്രജാൽ കൂടി എത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഡ്രോണുകൾ, ഇനി അതിർത്തി കടക്കുന്ന ഡ്രോണുകളെ നിലം പരിശാക്കും ഇന്ദ്രജാലിന്റെ കരുത്ത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.